ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എവിടെയും പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയാം. അതിനുള്ള മനോബലവും നിനക്കുണ്ട്. പക്ഷേ മകള് സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? സമ്മതിക്കണം, അനുഗ്രഹിക്കണം. നിങ്ങളൊക്കെ എന്റെ മോളെ ഇത്രയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. രാധിക മോളുടെ കാര്യത്തില് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം മേഡം. അത് ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ. കൈ തട്ടി താഴെ വീണതാ. മോളെ മോളെ അത് കുടിക്കല്ലേ. അതില് വിഷമുണ്ടായിരുന്നു രാമേട്ട. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം മേഡം. എന്റെ ഈശ്വര, എന്തൊക്കെ ക്ഷമയെ കേൾക്കുന്ന. അവസാന നിമിഷം ജയന്തിക്ക് അത് തുറന്നു പറയാൻ തോന്നിയതുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ എന്റെ മോള്. ആ ഈശ്വരൻ ഞങ്ങളെ വീട്ടിലെടുത്തി. മരണത്തിന്റെ കാലുച്ച പോലെ അവള് ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട് എപ്പോഴും. ശ്യാമേ, നിങ്ങൾ എവിടെയെന്ന് ഐശ്വര്യ കണ്ടെത്തിയ നിലയ്ക്ക് ഇനി അവിടെ തങ്ങുന്നതാവത്ത. രാധിക അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. എടുത്തി ഞാനും അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ? ശ്യാമേ, ഞാനൊന്ന് പറയട്ടെ. ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ എവിടെ ചെന്ന് ഒളിച്ചാലും ഐശ്വര്യ ഇതുപോലെ പുറകെ ഉണ്ടാവും. നാട് വിട്ടു പോകുന്നതാ നല്ലത്. എങ്ങോട്ട്? ശ്യാമയുടെ ദുബായിലുള്ള വീട്ടിലേക്ക് മാറിയാലോ? അതാകുമ്പോ പിന്നെ ഐശ്വര്യ പേടിക്കണ്ട. അയ്യോ, അത്രയും ദൂരേക്ക് പോകാൻ മോള് സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല എടുത്തി. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. ഇനി ഒരു നിമിഷം പോലും കളയരുത്. സേഫ് അല്ല. എത്രയും പെട്ടെന്ന് ശ്യാമയും മോളും അവിടെ നിന്ന് പോയേ പറ്റൂ. ശരി എടുത്തി, ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ. ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ എടുത്തി വിളിച്ചോളാം. ശരി ശ്യാമേ. പിന്നെ വരുൺ തന്ന ഫോൺ നമ്പർ ഉടമയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ഫിദ. അല്ല, ആ ഫോണിന്റെ കണക്ഷൻ ശ്യാമയുടേതാ. ഗായിക ശ്യാമയുടെ പേര്. ഒരിക്കൽ ഞാൻ മാഡത്തിനോട് സൂചിപ്പിച്ചതാ, എനിക്കിപ്പോഴത്തെ ജീവിതം മടുത്തു. അനാഥ എനിക്ക് ജീവിതത്തില് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ എടുത്തു വളർത്തിയ അച്ഛൻ, അമ്മ, പിന്നെ അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഫിദ മാഡം. ഒരനാഥ പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാളും ദൂരം നിങ്ങളൊക്കെ എന്നെ കൈപിടിച്ച് നടത്തി. എനിക്ക് ഓർക്കാനും ജീവിതം പൂർണ്ണമായി എന്ന് കരുതാനും അതൊക്കെ തന്നെ ധാരാളം. ഇതൊന്നും കൂടാതെ സ്നേഹം വെച്ച് നീട്ടിയ ഒരാളുണ്ട്. ഒരു സമയത്ത് ഞാൻ കരുതിയത്
എന്റെ ഭാവിയിലേക്ക് ഞാൻ നടന്നു പോവുക അയാളുടെ കൈയും പിടിച്ചാണെന്ന്. അത് വഴിയിൽ തടഞ്ഞു. പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി അതെന്റെ വിധിയല്ലെന്ന്. ആ സ്നേഹം നിഷേധിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ കൂടുതൽ കൂടുതൽ കരുത്തോടെ അതിനെ വീണ്ടും വീണ്ടും പൊതിയ. ആ സ്നേഹം ഞാൻ അംഗീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപാട് പേരുടെ മനസ്സ് തകരും. നമ്മൾ നേടുന്നത് മാത്രമല്ലല്ലോ മാഡം ജീവിതം. നമുക്ക് ചുറ്റുമുള്ളവർ നേടുന്നതിന് നമ്മൾ കാരണമാവുന്നതും നല്ല ജീവിതമല്ലേ? മാഡം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ എന്നെ ചേർക്കൂ. ഇനിയുള്ള കാലം കൃഷ്ണഭക്തയായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഞാൻ ജീവിച്ചോളാം. എന്താ മോളെ നീ പറയുന്നത്? നീ ചെറുപ്പമാണ്. നിനക്കിനി എത്രയോ കാലത്തെ ജീവിതമുണ്ട്, എത്രയോ സ്വപ്നങ്ങളുണ്ട്. വേണ്ട മാഡം, ഒന്നും വേണ്ട. സന്തോഷമില്ലാത്ത മനസ്സോടെ ഞാൻ പോകുന്നു മാഡം കരുതണ്ട. പൂർണ്ണ സന്തോഷത്തിലാവും ഞാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷം കൊടുത്തോണ്ട് തന്നെ പോണം. എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ജീവിച്ച് തീർത്തവരാ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ല മാഡം, ഭക്തി ഒരു ജീവിത രീതിയാ. എത്രയോ പേര് ഭഗവാനെ ഉപാസിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കാൻ ഫിദ മാഡം തയ്യാറല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഞാൻ പോവും മാഡം. കുറച്ചു കാലം ഞാൻ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ മാഡത്തിനോട് പറയാം. നീ എവിടെയും പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയാം. അതിനുള്ള മനോബലവും നിനക്കുണ്ട്. പക്ഷേ മകള് സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? സമ്മതിക്കണം, അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ നാളെ വലിയൊരു തെറ്റുകാരുടെ തലച്ചുമടുമായിട്ട് അമ്മയുടെ മുൻപിൽ എനിക്ക് നിൽക്കേണ്ടി വരും. ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്കമ്മേ.